ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഇൻ കമ്പ്യൂട്ടർ പ്രോസസ്സർ. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടും ഉള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ നൽകുക. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക് മെമ്മറിയിൽ നിന്നും റാമിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകും. അതിന് ശേഷം ഈ റാമിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ടായിരിക്കും ഇത് റാമിൽ നിന്നും പ്രോസസ്സറിലേക്ക് പോവുക. ഇത് നമ്മുടെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന പ്രവർത്തനം ഫെച്ച്, പിന്നെ അതിനെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് ആക്കി മാറ്റുന്നത് ഡീകോഡ്, അത് കഴിഞ്ഞിട്ട് അതിനെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനെ എക്സിക്യൂട്ട് എന്ന് പറയുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. കണ്ടില്ലേ, കൺട്രോൾ യൂണിറ്റാണ് ഡീകോഡ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അരിത്മെറ്റിക്കൽ ലോജിക് യൂണിറ്റ്, ഫെച്ച് ചെയ്യുന്നതും അതുപോലെ സ്റ്റോർ ചെയ്യുന്നതും റാമിലാണെന്ന് ഓർത്തിരിക്കുക.